വിജിലൻസിൻ്റെ തന്നെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത്ഭുതമുള്ള കണക്കുകളാണോ അതല്ല ചെറിയൊരു കണക്കുകൾ മാത്രമാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? ഒരു പക്ഷേ നമ്മളൊക്കെ പറയുന്നത് പോലെ തന്നെ അഴിമതിക്കെതിരെ കൈക്കൂലിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തേണ്ട സമയത്ത് പല നൂതന മാർഗങ്ങളും തേടുകയാണ് പല ഉദ്യോഗസ്ഥരും, അഴിമതിക്കാരായ കറപുരണ്ട ആളുകളൊക്കെ തന്നെയും. അത് സാങ്കേതിക വിദ്യകൾ പ്രകാരം ഏത് രീതിയിലും പിടിക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും തേടുകയാണ്. അപ്പോൾ ഇന്ന് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്ന ഈ പരമ്പരയുടെ സമയോചിതമായ പ്രസക്തി, കാലിക പ്രസക്തി എത്രത്തോളമുണ്ട് ശ്രീ എം കെ ഹരിദാസ്? കാലിക പ്രസക്തി ഏറെയുള്ള ഒരു വിഷയമാണ് നിങ്ങൾ ഈ പരമ്പരയായിട്ട് പുറത്തുവിടാൻ പോകുന്നത്. ഇതിലൂടെ പുറത്തു വരേണ്ട വിവരങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. എന്തായാലും 2025 ഫെബ്രുവരി 25 സംസ്ഥാനത്തിന്റെ 22 വിജിലൻസ് യൂണിറ്റിൽ നിന്നും എനിക്ക് കിട്ടിയ കണക്ക് പ്രകാരം ഇതുവരെ 2016 മുതൽ 2025 ഫെബ്രുവരി 28 വരെ 298 പേർ ഈ ട്രാപ്പില്, അതായത് ഫിനോക്സലിൻ പുരട്ടിയ കറൻസിയുമായിട്ട് പിടികൂടപ്പെട്ടിട്ടുണ്ട്. 189 അനധികൃത സ്വത്ത് സമ്പാദന കേസിലും സർക്കാർ ഉദ്യോഗസ്ഥർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ പ്രതീക്ഷ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വിജിലൻസ് പിടികൂടപ്പെട്ട ഇത്തരത്തിൽ ട്രാപ്പ് ഒരുക്കിയിട്ട് പിടികൂടപ്പെട്ട കേസിൽ 8 പേരാണ് ആകെ കൂടി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഏറ്റവും നമ്മളെ ഭയചകിതരാക്കുന്ന ഒരു വിവരമാണത്. കാരണം 298 പേര് ഇപ്പൊ പിടിക്കപ്പെട്ടു എന്ന് പറയുന്നു, 189 പേര് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തി എന്ന് പറയുന്നു. എന്നിട്ടും നമ്മുടെ സംസ്ഥാനത്ത് 8 പേരാണ് ഇത്തരം കേസുകളിൽ കുടുങ്ങിയിട്ട് ജയിലിൽ പോയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം ഇത്തരം കേസുകളിൽ ആരാണോ പിടിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് അവര് തന്നെ കോടതി, ഔട്ട് ഓഫ് കോടതി, ഇതിന്റെ കോർട്ടിന്റെ പുറത്ത് വെച്ചിട്ട് ഈ പ്രശ്നം ഒത്തുതീർക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. ഇവരൊക്കെ വീണ്ടും പഴയ സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഇതുപോലെ നിർണായകമായ തസ്തികകളിലും കസേരകളിലൊക്കെ വീണ്ടും വന്ന് ഈ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥനെ പിടികൂടി 6 മാസത്തിനുള്ളിലൊന്നും നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സിസ്റ്റം പ്രകാരം കുറ്റപത്രം സമർപ്പിക്കപ്പെടില്ല. ഈ 6 മാസത്തെ സസ്പെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഏത് പോസ്റ്റിൽ ഇരുന്നു കൊണ്ടാണോ ഈ കൈക്കൂലി വാങ്ങിയത് അതേ പോസ്റ്റിൽ വന്നിട്ട് ജോയിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ നികുതിദായകരോടുള്ള ഒരു വെല്ലുവിളിയും ഒരു കൊഞ്ഞനം കുത്തലുമായിട്ട് അത് മാറുകയാണ്. പ്രതീക്ഷ, എനിക്ക് 1 മിനിറ്റ് എനിക്ക് തരണം. 2020 ഒക്ടോബർ 20 തീയതി ഇത്രയും ഓർക്കാൻ കാരണം ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ വില്ലേജ് ഓഫീസ് അസോസിയേഷന്റെ ഒരു 5 പ്രതിനിധികൾ എന്നെ കാണാൻ വന്നു. എന്തിനാണ് അവർ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സ്വകാര്യ ഈ മറ്റേ ഡിജിറ്റൽ കേന്ദ്രങ്ങൾ വഴിയും ലഭിക്കുന്ന വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വിതരണം ചെയ്യുന്നത് നിർത്തണം. അതിന് ഞാൻ ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി കൊടുക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പൊ കിട്ടുന്ന രേഖയ്ക്ക് എന്താണ് കുഴപ്പം? അതിന് ഓതന്റിസിറ്റി ഇല്ല, ഞങ്ങളുടെ സീലും ഒപ്പുമില്ലാണ്ട് അത്തരം ഒരു പേപ്പറിന് യാതൊരുവിധ ഓതന്റിസിറ്റി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഏതെങ്കിലും കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതി തന്നെയോ അല്ലെങ്കിൽ ഏതെങ്കിലും താലൂക്ക് ഓഫീസോ ഏതെങ്കിലും ഒരു പരാതിക്കാരൻ അല്ലെങ്കിൽ ഒരു അപേക്ഷകൻ വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടുന്ന ഈ ഡിജിറ്റലൈസ്ഡ് സർട്ടിഫിക്കറ്റുകൾ റിജക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവർ പറഞ്ഞത് അതൊക്കെ വേറെ വിഷയമാണെങ്കിലും ഇതിന് എത്ര പൈസ വേണമെങ്കിലും താങ്കൾക്ക് തരാം, വക്കീൽ ഫീസായിട്ടും എനിക്ക് കൈക്കൂലിയായിട്ടും ഒക്കെ തരാം. ഞാൻ പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള വിതരണം നിർത്തിവെക്കണം എന്ന് പറയാൻ ഒരു വില്ലേജ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് പ്രതീക്ഷ? അവർക്ക് കൈക്കൂലി കിട്ടുന്നില്ല. തീർച്ചയായും ശ്രീ എം കെ ഹരിദാസ്, അത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് താങ്കൾ പങ്കുവയ്ക്കുന്നത്. കാരണം അതുപോലെ അതായത് മനസ്സിലാക്കേണ്ടത് എല്ലാ അർത്ഥത്തിലും അവർക്കൊക്കെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചുരുങ്ങുകയാണ്. ഇപ്പോൾ ഈ ഫയലിംഗ് സംവിധാനമൊക്കെ വന്നപ്പോഴൊക്കെ തന്നെ കിട്ടുന്ന രീതിയും കൈമടക്കും ഒക്കെ ചുരുങ്ങുമ്പോൾ ഏത് മാർഗവും അവലംബിക്കുകയാണ് അല്ലേ ശ്രീ എം കെ ഹരിദാസ്? തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് അതിന്റെ പൊരുൾ എന്റെ തലച്ചോറ് എന്നോട് പറഞ്ഞു, ഇതൊരു ട്രാപ്പ് തനിക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് അവര്. നിങ്ങളെ മുൻനിർത്തിയിട്ട്, നമ്മൾ പറയില്ലേ ഭീഷ്മാചാര്യെ മുൻനിർത്തിയിട്ട് മഹാഭാരത യുദ്ധം നടത്തിയ മാതിരി നിങ്ങളെ ഹൈക്കോടതിയിൽ എത്തിച്ചിട്ട് ഇവരുടെ സ്വാർത്ഥ താല്പര്യം നേടാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുകയാണെന്ന് എന്റെ തലച്ചോറൻ എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ട്രാപ്പിൽ വീണില്ല. ഞാൻ അവരുടെയൊക്കെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആരെങ്കിലും വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കാരണം വില്ലേജ് ഓഫീസ് അസോസിയേഷന്റെ
ഭാരവാഹികളാണ് എന്നെ വന്ന് കണ്ടിട്ടുള്ളത് പ്രതീക്ഷ. ഇപ്പൊ നോക്കൂ, നമ്മുടെ ടി.ഒ. സൂരജ് എത്ര കാലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഏകദേശം ഞാൻ പറയുന്നത് ഒരു 10 വർഷം മുമ്പുണ്ടായിട്ടുള്ള ആ കേസിൽ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 10 വർഷം മുമ്പ് അദ്ദേഹത്തിനെതിരെ കേസ് ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടാണ് പാലാരിവട്ടം മേൽപ്പാലത്തിലെ അഴിമതിക്കഥ പുറത്തു വന്നപ്പോഴും അദ്ദേഹത്തിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം അതിലൂടെയും ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവിടെയും അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്ന രീതി. അതായത് ശ്രീ എം കെ ഹരിദാസ്, പലരും പറയുന്നുണ്ട്, അതായത് ഒരു പേപ്പറിന്, നിസ്സാരമായ ഒരു പേപ്പറിന് പോലും പോകുമ്പോൾ അത് പ്രത്യേകിച്ച് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് പിടിച്ചു വെക്കുകയാണ്. എന്തെങ്കിലും ബോധമോ ചെറിയ എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഏതൊരു അച്ചടി പിശകോ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് പിടിച്ചു വെക്കുകയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം. അപ്പോൾ നേരായ മാർഗത്തിൽ ഇവരെ വട്ടം ചുറ്റുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അവൻ്റെ ജീവൽ പ്രശ്നമാണ്. ഒരു വ്യക്തി പോകുമ്പോൾ അവനെ സംബന്ധിച്ചോളം അവൻ്റെ ഒരു സ്വപ്നമായിരിക്കാം അതെന്തെങ്കിലും അവൻ്റെ ജീവൽ പ്രശ്നങ്ങൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി അവൻ 4 ദിവസമൊക്കെ കറങ്ങി ഇങ്ങനെ വട്ടം ചുറ്റിക്കുമ്പോൾ എന്താണ്, അപ്പോൾ മറ്റേ തന്നെ തൊട്ടായിരിക്കും ലക്ഷ്യം. അങ്ങനെയൊക്കെ ആളുകൾ കൊടുക്കാൻ നിർബന്ധിതരാകാണ്. അപ്പോൾ എത്ര ഓഫീസുകൾ സംശുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എം കെ ഹരിദാസിന് എപ്പോഴും തുടക്കം മുതൽ ഫോളോ അപ്പ് ഈ വിഷയങ്ങൾ ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ പറയാൻ കഴിയുക? ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 50% സർക്കാർ ഓഫീസുകളും സർക്കാർ ശമ്പളം പറ്റുന്ന 50%-ലേറെ ഉദ്യോഗസ്ഥരും കൈക്കൂലി വാങ്ങുന്നവരാണ്. ഇവിടുത്തെ സാധാരണക്കാരന് അവൻ്റെ ആവശ്യത്തിന്, മകളുടെ പഠിപ്പിനായാലും ഒരു വീട് വെക്കാനുള്ള ലോൺ എടുക്കാനായാലും അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഭൂമിയുടെ പോക്കുവരത്ത് നടത്താനായാലും എന്ത് പ്രശ്നങ്ങൾക്കായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളിൽ നിന്ന് കൈക്കൂലി, നികുതിദായകരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയേ ഞങ്ങൾ ഈ ജോലി ചെയ്യുള്ളൂ എന്ന് നിർബന്ധമുള്ള ഒരു 60%-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ രൂപം കൊണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷം 50 ആണെങ്കിൽ അതിന് മുമ്പത്തെ വർഷം 40 ആയിരുന്നു. അപ്പൊ 40 എന്നുള്ളത് 50 ആയി, 50 എന്നുള്ളത് 60 ആയി. 2026 ആകുമ്പോഴേക്കും അത് 70 ആവും. അവസാനം ഇത് ചെന്നെത്താൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൈക്കൂലി കിട്ടാതെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. അതും പ്രതീക്ഷ ഒരു കാര്യം ആലോചിക്കണം, നിങ്ങൾ മാധ്യമങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ ദത്തശ്രദ്ധരായിട്ട് തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. നമുക്ക് ചുറ്റും ക്യാമറ കണ്ണുകളാണ് ഇപ്പോൾ, CCTV ആയിട്ടായാലും സർക്കാർ ഓഫീസുകളിലാണെങ്കിലും. ഇതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് അതിഭീകരമായ അതിസൂത്രകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. കാരണം ഓരോ സർക്കാർ ഓഫീസിന്റെ പരിസരത്ത് ഇവർക്ക് കൈക്കൂലി വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പെട്ടിക്കടയോ പച്ചക്കറിക്കടയോ ബേക്കറിയോ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ CCTVയെയും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക വിദ്യകളെയും തരണം ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശീലിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കൗശലക്കാരാണ് ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞതുപോലെ. ശ്രീ ശശികുമാർ, അതായത് നോക്കൂ, റവന്യൂ വകുപ്പിലാണ് ഏറ്റവും കൂടുതലായി അഴിമതി എന്നാണ് വിജിലൻസ് തന്നെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ പട്ടികയിൽ പറയുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഇത്രയും കണക്കുകൾ വന്നിട്ടും 8-9 പേര് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്. അപ്പോൾ ഈ നവീകരണത്തിന് ഈ 60%-ഓളം ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന രീതിയിലേക്ക്, കാരണം അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് കണക്കുകളും വരുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ സിസ്റ്റത്തിന്റെ പിഴവ്? സാധാരണക്കാരന് സധൈര്യം, ഒരു നൂലാമാലകളുമില്ലാതെ ഓരോ ഫയലും ഓരോ ജീവനാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആ ഫയലുകൾ വെച്ച് വൈകിപ്പിക്കുന്നു. ഇപ്പോൾ ഈ ഫയലിംഗ് സിസ്റ്റം വന്നിട്ട് പോലും എല്ലാം തകിടം മറിക്കുന്ന രീതിയിൽ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അസോസിയേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട ഇടപെടലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതാണ്. എന്താണ് ശ്രീ ശശികുമാർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്? പുറത്തേക്ക് വരുന്ന കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ആഴത്തിലുള്ള പഠനം നടത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഹരിദാസ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് സർക്കാർ സർവീസിലുള്ള 50% ജീവനക്കാരും ഉദ്യോഗസ്ഥരും അഴിമതിക്കാരാണ് എന്നുള്ള ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ നിലയിൽ ഇത്ര വലിയ അളവിലുള്ള 50% ജീവനക്കാർ അഴിമതിക്കാരാണ് എന്നുള്ള ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ അഴിമതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പ്രധാനമായും അഴിമതി നിലനിൽക്കുന്നത് ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള, ജനങ്ങൾക്ക് നേരിട്ട് സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന വകുപ്പുകളിലാണ്. പ്രത്യേകിച്ച് റവന്യൂ, രജിസ്ട്രേഷൻ, അതുപോലെ മോട്ടോർ വാഹന വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളിലാണ് ഏറ്റവും അധികം അഴിമതി നിലനിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പണപരമായിട്ടുള്ള അഴിമതി, പിന്നെ കൈക്കൂലി മാത്രമല്ല, മറ്റ് രീതിയിൽ പറഞ്ഞ പോലെ സ്വത്തുക്കൾ സ്വന്തം പേരിലോ അല്ലെങ്കിൽ ബിനാമികളുടെ പേരിലോ എഴുതി വാങ്ങുക. അതുപോലെ തന്നെ മറ്റൊരു ഒന്നാണ് പാരിതോഷികങ്ങൾ എന്നുള്ള നിലയിൽ വാങ്ങുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് പ്രധാനമായും അഴിമതിക്ക് അല്ലെങ്കിൽ കൈക്കൂലിക്ക് ഇടയാക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സേവനങ്ങൾ അല്ലെങ്കിൽ രേഖകൾ നൽകുന്നത് വൈകിപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവത്തിലൂടെയാണ്. അപ്പോൾ തങ്ങൾക്ക് ലഭ്യമാകേണ്ട രേഖകൾ വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾ
കൈക്കൂലി നൽകാൻ അല്ലെങ്കിൽ കൈമടക്ക് നൽകാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇപ്പോൾ ഈ രേഖകൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാനും അതുവഴി തന്നെ പ്രദാനം ചെയ്യാനുമുള്ള ഒരു ഇടപെടൽ വേഗത്തിൽ നൽകുന്നതിനുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ടും ഈ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും അഴിമതി കുറച്ചെങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിലും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നിലയിലേക്ക് വന്നിട്ടില്ല. ശ്രീ ശശികുമാർ, സംഘടന എന്ന നിലയിൽ നിങ്ങൾക്ക് ഒക്കെ തന്നെ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കണിശമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, നിങ്ങളുടെയൊക്കെ സംഘടനകൾ അറിയാം, എത്രയോ എല്ലാ ഭൂരിപക്ഷം അംഗങ്ങളും ഒക്കെ തന്നെ ഉള്ള സംഘടനയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇക്കാര്യത്തിലൊരു ഡയറക്ഷൻ കൊടുക്കാമല്ലോ. അങ്ങനെ ഡയറക്ഷൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? കാരണം സംശുദ്ധീകരിക്കപ്പെടണം, അത് മേളെ താഴെ തൊട്ട് മുകളിൽ വരെ ഉണ്ടാകണം. അപ്പോൾ ആ നിലയിൽ എന്ത് എഫർട്ട് നിങ്ങളുടെ സംഘടന അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്? തീർച്ചയായും അഴിമതിക്കെതിരായിട്ടുള്ള വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. പൊതുവിൽ അറിയാമല്ലോ, സെക്രട്ടേറിയറ്റ് ഭരണസിരാ കേന്ദ്രം എന്നുള്ള നിലയിൽ സെക്രട്ടേറിയറ്റുള്ള ജീവനക്കാർ അഴിമതിക്കാരല്ല എന്നുള്ളത് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അഴിമതി ഇവിടെ തീരെ ഇല്ലാത്തൊരു മേഖലയാണ് സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അത് പല വേദികളിലും അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അഴിമതിക്കാരല്ല എന്നുള്ളത്. പക്ഷേ ഇവിടെ മറ്റു മേഖലകളിൽ നിൽക്കുന്ന അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകളിൽ, സർക്കാരിൻ്റെ ചട്ടങ്ങളിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. ഈ പറഞ്ഞതുപോലെ അഴിമതി കണ്ടെത്തിയാലും അതിൽ വ്യക്തമായിട്ടുള്ള വിജിലൻസ് അന്വേഷണം നടത്തി നേരിട്ട് പിടികൂടിയാൽ പോലും സമയബന്ധിതമായി നടപടിയെടുക്കുന്നതിൽ വൈകുന്നുണ്ട്. അത് ദീർഘകാലം പോവുകയും സസ്പെൻഷനിൽ നിൽക്കുന്ന അതിന്റെ പ്രശ്നം എന്താണ് ശ്രീ ശശികുമാർ? കാരണം നേരത്തെ തന്നെ കൈക്കൂലി വാങ്ങിയ നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥനൊക്കെ നേരത്തെ കൈക്കൂലി വാങ്ങിച്ചത് ലക്ഷങ്ങളാണ്. ചില്ലറയൊക്കെ തുട്ടുകളായി വീട്ടിലെ കട്ടിലിന്റെ അടിയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചു. അങ്ങനെ പല ഉദ്യോഗസ്ഥരും പിന്നീട് റിമാൻഡിലാകുന്നു. റിമാൻഡിലായി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതേ കസേര അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓഫീസുകളിലേക്ക് ഇവർ പറിച്ചു നടപ്പെടുകയാണ്. അവിടെയും ചെയ്യുന്ന ഈ തരികിടപ്പണി അവർ തുടരുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ്, എന്ത് സിസ്റ്റത്തിന്റെ പിഴവാണിത്? കേരള സർവീസ് ചട്ടങ്ങൾ പ്രകാരവും അതുപോലെ KSSR പ്രകാരവുമുള്ള ചട്ടങ്ങൾ പ്രകാരമാണല്ലോ അച്ചടക്ക KCS ആൻഡ് CC റൂൾ പ്രകാരം ഒക്കെ ഉള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. ആ നടപടികൾ സ്വീകരിക്കുമ്പോൾ കാലതാമസമുണ്ട്, ഫയൽ നീക്കത്തിൽ കാലതാമസം ഉണ്ട്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നടപടി എടുക്കേണ്ടത് സെക്രട്ടേറിയറ്റിൽ ഫയൽ വന്നതിന് ശേഷമാണ്. ഏറ്റവും താഴെ തട്ടിൽ നിന്നും ഫയൽ നീക്കം നടത്തി ഡയറക്ടറേറ്റുകളിലൂടെ അല്ലെങ്കിൽ കമ്മീഷണറേറ്റുകളിലൂടെ ഈ സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിന് ദീർഘകാലം എടുക്കുന്നു എന്നുള്ളതാണ് കാര്യത്തിൽ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ താഴെ ഇരിക്കുന്ന ആളുകളാണല്ലോ, ഈ ഒപ്പം ഇരിക്കുന്ന ആളുകളാണ് ഇത്തരം ഫയലുകൾ ആദ്യം കൈകാര്യം ചെയ്യുന്നത്. ആ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ കൂടെ ഇരിക്കുന്ന ആളുകളെ പിന്തുണയ്ക്കാനുള്ള ഒരു പക്ഷേ പിന്തുണയ്ക്കാനുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഫയൽ വൈകുന്നുണ്ടാകും. അപ്പോൾ ആ ഫയൽ നീക്കം വൈകുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ദീർഘകാലം ആരോപിതനായ ഒരാളിൻ്റെ മേൽ കുറ്റം തെളിയിച്ചില്ല എങ്കിൽ അയാളെ സസ്പെൻഷനിൽ ദീർഘകാലം നിർത്താൻ കഴിയില്ല. അതിനൊരു പീരീഡ് ഉണ്ട്. ആ പീരീഡിനുള്ളിൽ ഇത് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അയാളെ സ്വാഭാവികമായും സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ട് അയാളെ കാര്യം പറഞ്ഞതുപോലെയാണ് ശ്രീ ശശികുമാർ. പിടിക്കപ്പെടുന്നുണ്ട്. ചില്ലറ നേരത്തെ പറഞ്ഞ പോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞു. അവർ കുറച്ചു കാലം അല്ലെങ്കിൽ വിചാരണയ്ക്ക് പോകുന്നതിന് മുൻപ് റിമാൻഡിലാകുന്നു, വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു, വീണ്ടും പൊതിയുമായി വീണ്ടും പിടിക്കപ്പെടുന്നു. അപ്പോൾ ഒരു കൺവിഷൻ റേറ്റ് ഉണ്ടാകുന്നില്ല. അഴിമതിയുടെ കാര്യത്തിൽ നമുക്ക് നിലവിലെ ഈ സിസ്റ്റം മാറണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ഈ ലഹരിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, അത് പല രീതിയിൽ സാങ്കേതികപരമായിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ വിജിലൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് റെയ്ഡ് നടത്തുന്ന ആളുകളൊക്കെ അവലംബിക്കുമ്പോൾ അതിനെ വെല്ലുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നടത്തുന്നത്. അതാണ് ഈ പറഞ്ഞ ഗൂഗിൾ പേ. പല ഇടങ്ങളിൽ എന്താണ് ഇപ്പോൾ ഏജന്റുമാരാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ പിടിക്കപ്പെട്ടതിൽ ഏജന്റുമാരാണ് പിടിക്കപ്പെടുന്നത്. അപ്പോൾ കണ്ണികൾ വളരെ വിപുലമാണ്. അത് നമുക്ക് പൊട്ടിക്കണം. പാവങ്ങളാണ്. പാവങ്ങൾക്ക് സ്വൈര്യമായിട്ട് അവരുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയണം. 100 രൂപ പോലും അവൻ്റെ പോക്കറ്റിൽ നിന്ന് ചോരാൻ പാടില്ല. വിയർപ്പ് പൊടിഞ്ഞ പൈസയാണ്. അപ്പോൾ ആ രീതിയിൽ നിലവിലെ സിസ്റ്റം പരിഷ്കരിക്കേണ്ടതുണ്ടോ? തീർച്ചയായും അതിന് കാലോചിതമായ ചട്ടങ്ങളിൽ മാറ്റം വരുത്തണം. ഈ പറഞ്ഞതുപോലെ കാലതാമസം വരുന്നതാണ്. ഫയലിൽ ഈ അന്വേഷണം നടത്തി റിപ്പോർട്ട് ചെയ്താലും വിജിലൻസ് അടക്കം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ തന്നെ നിയോഗിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ ഉണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ തന്നെ ധനകാര്യ വകുപ്പിൻ്റെ കീഴിൽ ഇൻസ്പെക്ഷൻ വിങ്സ് ഉണ്ട്. അതുപോലെ PNIയുടെ കീഴിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെല്ലുണ്ട്. വിവിധങ്ങളായിട്ടുള്ള മറ്റ് അന്വേഷണ വിഭാഗങ്ങളുണ്ട്. ഇവരെല്ലാം തന്നെ കണ്ടുപിടിച്ചാൽ പോലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത് ഫയലിൽ തീരുമാനമെടുക്കുന്നതിൽ ദീർഘകാലം വൈകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിസന്ധി. അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള അഴിമതിക്കെതിരായിട്ടുള്ള കൈക്കൂലി ബന്ധപ്പെട്ടുള്ള കണ്ടെത്തലുകൾ നടത്തി റിപ്പോർട്ട് ചെയ്താൽ അതിന് ഒരു ടൈം ഫ്രെയിം വയ്ക്കണം. ആ ടൈം ഫ്രെയിമിനുള്ളിൽ ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ള തീരുമാനം എത്തണം എന്നുള്ള നിലയിലേക്ക് ചട്ടങ്ങളിൽ അല്ലെങ്കിൽ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണം. ശ്രീ MK ഹരിദാസ്, ചിലർ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ഈ അടുത്തിടയ്ക്കാണ് VPCL ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്
ഒരു പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് 10 ലക്ഷം രൂപയാണ് കൈക്കൂലി അവിടുത്തെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എന്താണ്, അദ്ദേഹം പലപ്പോഴായി വിചാരിച്ചു കൊടുത്തേക്കാം, കാര്യം നടക്കുമല്ലോ, അല്ലെങ്കിൽ ആദ്യം കുറച്ച് പൈസയൊക്കെ കൊടുക്കാൻ വില്ലിങ് ആണ്. പിന്നെയും ഇങ്ങനെ അങ്ങ് പിഴിയുകയാണ്. പിഴിഞ്ഞ് ഒരു മനുഷ്യനെ അങ്ങ് അങ്ങേയറ്റം എത്തിക്കുമ്പോൾ അവൻ ഗതികേട് കൊണ്ട് അവനറിയാം ഇനി അവൻ്റെ ഭാവി എന്തായിരിക്കുമെന്ന്. കാരണം ഇതൊരു ഈ കാര്യത്തിൽ ചില കളക്റ്റീവ് രീതിയിലേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ട്. ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സംരംഭമോ മറ്റോ ആണെങ്കിൽ അതിനെ പിന്നീട് ആ സമയത്ത് വാർത്തകളൊക്കെ ആവും, നമ്മൾ പിന്നീട് ആ സംഭവങ്ങളൊക്കെ മറന്നിരിക്കുക. പിന്നീട് അവൻ്റെ ഭാവി അവനെ അങ്ങ് വളഞ്ഞു വെച്ച് ഒരു കളക്റ്റീവ് എഫർട്ട് ഇക്കാര്യത്തിൽ അപ്രോച്ച് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് നിന്ന് അവൻ്റെ സംരംഭത്തെ അങ്ങ് ഇല്ലാതാക്കാം എന്ന പ്രവണതകൾ പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പലരും എല്ലാം അങ്ങ് ത്യജിച്ചുകൊണ്ടാണ് ഇതിനെതിരെ പോരാട്ടത്തിന് അല്ലെങ്കിൽ വിജിലൻസ് ഇക്കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് സ്വയം സന്നദ്ധരായി വരുന്നത്. അപ്പോൾ എവിടെയാണ് ആ സിസ്റ്റത്തിൻ്റെ പിഴവ് അത്രത്തോളം ഗുരുതരമാണോ ശ്രീ എം കെ ഹരിദാസ്? സിസ്റ്റത്തിന്റെ പിഴവിനെ പറ്റി ഞാൻ പറയുന്നതിനേക്കാട്ടിലും മുമ്പ് ശ്രീ ശശികുമാർ മാന്യമായിട്ട് ഈ വിഷയത്തിൽ അങ്ങ് പ്രതികരിച്ച ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. സാധാരണ ഇത്തരം ചർച്ചകളിൽ ഞാനും പ്രതീക്ഷയും കാണാറുണ്ട്. അങ്ങേയറ്റം ഇത്തരം കാര്യങ്ങളൊന്നുമില്ല, സർക്കാർ ഉദ്യോഗസ്ഥര് പട്ടാണ്, അവരങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നതാണ്. താങ്കൾ ഈ പ്രതികരിച്ച സ്ഥിതിക്ക് താങ്കളോടൊരു അപേക്ഷയാണ്. നോക്കൂ, ഇതൊരു ക്യാൻസറാണ്. ക്യാൻസറിന് നെറ്റിയിൽ ടൈഗർ ബാം പരട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ല. ഈ ക്യാൻസർ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരും ഓരോ ട്രേഡ് യൂണിയന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. ഓരോ ട്രേഡ് യൂണിയന്റെ കൊടയുടെ തണലിലാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ആരുടെ കീഴിലാണ്, ഏത് ട്രേഡ് യൂണിയന്റെ കീഴിലാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത്, അവരെ കൊണ്ടേ സാധിക്കൂ. ഞാൻ വേറൊരു നിലയ്ക്ക് വെല്ലുവിളിക്കുകയാണ്. താങ്കൾ എന്ന വ്യക്തിയല്ല, താങ്കളൊരു അസോസിയേഷന്റെ ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് 3192 കോടി രൂപ ഇവിടെ പെൻഷൻ പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ വീട്ടിലിരിക്കുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന് നെഞ്ഞത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാനൊരു പൈസ കൈക്കൂലി വാങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ മറ്റു നിലയ്ക്ക് എന്തെങ്കിലും ഞാൻ ഒരു അനധികൃതമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും പറ്റാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ റിട്ടയർ ചെയ്ത ശേഷം അവർ കാണിച്ചു കൂട്ടുന്ന, നമ്മൾ പറയില്ല വീട് ഉടച്ചു പണിയണം, ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ട്രാപ്പിലാകില്ല എന്നുള്ള ഉറപ്പിൽ അവർ ചെയ്യുന്നത്. ഇതിന് തടയിടാൻ ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്കല്ലാതെ, സർക്കാർ ഉദ്യോഗസ്ഥരെ പിന്താങ്ങുന്ന ട്രേഡ് യൂണിയനുകൾക്കല്ലാതെ ഒരു സാങ്കേതിക വിദ്യയും ഒരു CCTV ക്യാമറയ്ക്കും സാധിക്കുകയില്ല. കാരണം ഇത്തരക്കാരെ കക്കില കൂട്ടാതെ വിജിലൻസ് പിടികൂടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പിടികൂടാൻ സാധിക്കും. കാരണം എന്താ, ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയും ഒരുപക്ഷെ ഇത്തരത്തിൽ നിങ്ങളുടെ ട്രേഡ് യൂണിയനിൽ പെട്ടവരാണെങ്കിൽ നമ്മൾ പറയില്ല, ഒരു സ്പൈ വർക്കിലൂടെ ആരൊക്കെയാണ് ഒരു ഓഫീസിൽ ഇത്തരത്തിൽ അഴിമതിക്കാരായിട്ട് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടേ നികുതിദായകർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്നുള്ളത് കണ്ടെത്താൻ നിങ്ങൾക്ക് ട്രേഡ് യൂണിയനുകൾക്ക് സാധിക്കും. ഒരു അനുഭവം കൂടി പറയാൻ പ്രതീക്ഷനെ സമ്മതിക്കണം. എൻ്റെ വൈഫ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് PWD ഓഫീസിൽ 6 മാസത്തെ ട്രെയിനിങ് ഇവർക്ക് കമ്പൽസറി ആയിരുന്നു. അവിടെ ചെന്ന ഇവരുടെ പ്രധാന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺട്രാക്ടർമാരുടെ ബില്ല് എഴുതുക എന്ന് പറഞ്ഞൊരു ചടങ്ങാണ്. ഇപ്പോൾ അത് കമ്പ്യൂട്ടറിലായിട്ടുണ്ട്, മറ്റേത് ഹാൻഡ് റൈറ്റിംഗിലാണ് എഴുതിയിരുന്നത്. അപ്പൊ ഇത്തരത്തിൽ ബില്ല് എഴുതി കഴിഞ്ഞിട്ട് ആദ്യത്തെ മാസം കഴിഞ്ഞ ഒരു 5-ാം തീയതി ആയപ്പോൾ ഒരു കോൺട്രാക്ടർ കൊണ്ടുവന്നൊരു കവർ കൊടുത്തു. ഇവര് 2-3 കുട്ടികളുണ്ട്, അവർ പരിഭ്രമിച്ചു, ഇതെന്താണിത്, ഇത് 3 പേരും കൂടി എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വാങ്ങാൻ കൂട്ടാക്കാണ്ടായപ്പോൾ ആ ഓഫീസിലെ ചീഫ് എഞ്ചിനീയറോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ സബ് എഞ്ചിനീയറോ വിളിച്ചിട്ട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളത് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ ബില്ല് പാസ്സായി പോകണമെങ്കിൽ ഇതൊക്കെ ഒരു ചട്ടപ്പടി നിയമമാണ്. അതിന്റെ ആദ്യത്തെ പടിയാണ് നിങ്ങൾ ആ ബില്ല് എഴുതിയതിനുള്ള സന്തോഷം അവർ കൊണ്ടുവന്ന് തരുന്നത്. അത് വാങ്ങണം. ഞാൻ ഈ പറയുന്നത് 35 വർഷം മുമ്പുണ്ടായ സംഭവമാണെങ്കിൽ ഇതൊക്കെ ഇപ്പോഴും PWD ഓഫീസിലും RTO ഓഫീസുകളിലും നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. എറണാകുളം RTOനെ പിടികൂടുമ്പോൾ പിടിച്ച് 42 കുപ്പി മദ്യമാണ് പ്രതീക്ഷ. അപ്പൊ നമ്മള് നികുതിദായകർ എത്ര അപകടകരമായ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് ഈ IOCയുടെ AGM-ഉം ഈ എറണാകുളം RTO-വും നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അവിടെ സമൂലമായതിൻ്റെ വേരിറക്കണം. അതിനുവേണ്ടി നമ്മൾ തന്നെ സ്വയം ചിന്തിക്കണം. ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അങ്ങനെയിട്ട് പല ഫയലുകളും ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന ഈ നമ്പർ വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ്. ടോൾ ഫ്രീ നമ്പറുണ്ട്, വാട്സപ്പിൻ്റെ നമ്പറുണ്ട്. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. നേരിട്ട് വിജിലൻസിനെ നിങ്ങൾക്ക് അറിയിക്കാം. ധൈര്യപ്പെടണം. ഒരു 100 അല്ല 50 രൂപയാണെങ്കിൽ പോലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായി നമ്മളെ സേവിക്കുന്നവരാണ്. നമ്മുടെ വിയർപ്പിൻ്റെ വില, നമ്മുടെ നികുതി പണം കൂടി അവർക്ക് വേണ്ടി അവർക്ക് ചെലവഴിച്ചുകൊണ്ടാണ് അവരൊക്കെ തന്നെ ജീവിത ചെലവുകൾ നടത്തുന്നത്. അപ്പോൾ അനാവശ്യമായി നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നേരായ മാർഗത്തിൽ സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കണം. ശ്രീ ശശികുമാർ, അവസാനമായി ഈ രീതിയിൽ എല്ലാവരും ഒരു കളക്റ്റീവ് എഫർട്ട് എടുത്തെങ്കിൽ മാത്രമേ
കഴിയുകയുള്ളൂ. ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞതുപോലെ തന്നെ നല്ലവരായ ഉദ്യോഗസ്ഥർ ഒരുപാട് പേര് കാണും. പക്ഷെ അവരെ പോലും ചീത്തയാക്കുന്ന തരത്തിലേക്ക് ആ രീതിയിൽ വേരൂന്നി കഴിഞ്ഞു ഇത്തരത്തിലുള്ള പ്രവണതകൾ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏജന്റുമാരെ അടക്കം ഒരുപാട് പേര് പല കേസുകളിലും ഒരാൾ മാത്രം പിടിക്കപ്പെടുന്നു, അതിലൊപ്പം സഹായികളായിട്ടുള്ള ആളുകളോ കണ്ണികളായ ആളുകളോ ഒന്നും പിടിക്കപ്പെടുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ സമഗ്രമായ രീതിയിൽ ഒരു പരിശോധന വേണ്ടതല്ലേ ശ്രീ ശശികുമാർ? അവസാനമായി തീർച്ചയായും ശ്രീ ഹരിദാസ് പറഞ്ഞതുപോലെ ഓരോ മേഖലയിലും പ്രവർത്തിക്കുന്ന യൂണിയനുകൾ, അതുമായി ജീവനക്കാരുടെ സംഘടനകൾ ഇത് സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ള അഭിപ്രായത്തെ സ്വാഗതം ചെയ്യുന്നു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ആ നിലയിൽ അഴിമതിക്ക് എതിരായിട്ടുള്ള കൈക്കൂലിക്ക് എതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള സിവിൽ സർവീസിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. മറ്റ് മേഖലകളിലുള്ള സംഘടനകളും ആ രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട്. പക്ഷേ ആ ഇടപെടൽ കൂടുതൽ ഫലപ്രദമാകേണ്ടതുണ്ട്. ജീവനക്കാരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്, കാര്യക്ഷമമാക്കേണ്ടതുണ്ട്, അഴിമതി വിരുദ്ധരാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ അത്തരം സംഘടനകൾ തീർച്ചയായും സ്വീകരിക്കണമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പിടികൂടപ്പെടുന്ന അഴിമതിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള വ്യവസ്ഥകളുടെ പൊളിച്ചെഴുത്തും ആവശ്യമാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ശശികുമാർ. അപ്പം എം കെ ഹരിദാസ് എന്തായാലും മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് കൊണ്ടുവന്ന ഈ ക്യാമ്പയിൻ പ്രകാരം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വിജിലൻസ് പുറത്തേക്ക് വിടുന്ന. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ കൂടുതൽ വിപുലപ്പെടുകയാണ്. അതിനെ തടയിടാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടാകേണ്ടത്. അത് യോജിച്ചുള്ള ശ്രമമായി മാറുകയും വേണം.